ഹലോ നമസ്കാരം. അപ്പോൾ കർക്കിടക മാസമല്ലേ, കുറേ പുതിയ വിശേഷങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കർക്കിടകത്തിൽ കുറേ കുഞ്ഞു കുഞ്ഞു യാത്രകൾ ചെയ്തു, അമ്പലങ്ങളിൽ പോയി പല കാര്യങ്ങൾ ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ എടപ്പാളാണ് വന്നിരിക്കുന്നത്. എടപ്പാൾ എന്ന് പറയുമ്പോൾ എടപ്പാൾ വള്ളത്തോൾ കോളേജിലാണ് കേട്ടോ. അപ്പോൾ എന്താ ഇപ്പോൾ വള്ളത്തോൾ കോളേജിൽ കാര്യം നമ്മൾ വിചാരിക്കും അല്ലേ. അപ്പോൾ ഈ വൈകുന്നേരം വള്ളത്തോൾ കോളേജിൽ വരാൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എടപ്പാളിലെ കുഞ്ഞേട്ടനുണ്ട്. കുഞ്ഞേട്ടൻ എന്ന് പറയുമ്പോൾ ഒന്നാമത് എനിക്ക് പറയാനുള്ളത് എൻ്റെ കൂട്ടുകാരുടെ അച്ഛനാണ് കുഞ്ഞേട്ടൻ. പിന്നെ കുഞ്ഞേട്ടൻ ഒരു ജനകീയനാണ്, ഒരു സഖാവാണ്. അപ്പോൾ കുഞ്ഞേട്ടൻ തുടങ്ങി വെച്ച ഒരു കർക്കിടക കഞ്ഞി വിതരണമുണ്ട്. അപ്പോൾ ആ കുഞ്ഞേട്ടൻ്റെ മരണശേഷം ഇതാണ് മെയിനായിട്ടുള്ള ഐറ്റംസ് അപ്പോൾ അതൊന്ന് വീഡിയോയിൽ കാണിക്കാൻ കഴിഞ്ഞെല്ലാം വിചാരിച്ചാണ് ഇഷ്ടപ്പെട്ടു. ഞാനും കുടിച്ചു കഞ്ഞി. ഇവിടെ ജീവിച്ചിരുന്ന കാലത്ത് 3 വർഷം നമ്മൾ ഇത് നടത്തിയിട്ടുണ്ട്. അന്നൊക്കെ അതിന് വേണ്ട മരുന്നുകളൊക്കെ കണ്ടുപിടിച്ച് അതൊക്കെ നന്നായി കൂട്ടിച്ചേർത്തിട്ടാണ്, അതൊക്കെ ഉണക്കി പൊടിച്ച് ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. അദ്ദേഹം മരിച്ചതിന് ശേഷം ഇപ്പോൾ 6ാമത്തെ വർഷമാണ്, അങ്ങനെ 9ാമത്തെ വർഷമാണ് നമ്മൾ ഈ കുഞ്ഞേട്ടൻ സ്മാരക ട്രസ്റ്റിൻ്റെ കീഴിൽ കർക്കിടക മാസത്തിൽ കർക്കിടക്കഞ്ഞി വെങ്ങിനിക്കരയിലെ എല്ലാ വീടുകളിലേക്കും എത്താറുണ്ട്. ഇവിടെ വൈകുന്നേരം ആകുമ്പോഴേക്കും എല്ലാവരും പാത്രവുമായിട്ട് വന്നിട്ട് അത് കൊണ്ടുപോകും. കുറേ പേര് ഇവിടെ ഇരുന്നിട്ട് കഴിക്കും. അങ്ങനെയൊക്കെയാണ് പതിവുള്ളത്. ഇത്തവണ ജൂലൈ 27 മുതൽ 31 വരെയാണ് നമ്മളിവിടെ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. 5 ദിവസമാണ്. ഇപ്പോൾ ഈ കർക്കിടകഞ്ഞിയായിട്ട് ബന്ധപ്പെട്ട മരുന്ന് അരുൺ രാജിൻ്റെ ഹോസ്പിറ്റലിൽ നിന്നാണ്, രാജാസ് ഹോസ്പിറ്റൽ ആണ് അത്. ഒരു 4-5 വർഷമായിട്ട് അവർ തരുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ട്രസ്റ്റിൻ്റെ കീഴിൽ ആൾക്കാർ സംഘടിപ്പിക്കുന്ന കാശിൽ നിന്നാണ് ഇതെല്ലാം നടത്തി വരുന്നത്. ഈ വെങ്ങിനിക്കരയ്ക്ക് പുറമേ കൂടി ആൾക്കാർ ഇപ്പം ധാരാളമായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അയിലക്കാട്, തലമുണ്ട ഏരിയയിൽ നിന്നൊക്കെ ധാരാളം ആൾക്കാർ വന്നിട്ട് ഈ കർക്കിടക്കഞ്ഞി രുചിക്കാറുണ്ട്. അത് കഴിക്കുക എന്നുള്ളത് അവരുടെ ഒരു ആഗ്രഹമായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണത്തെ ഇന്നാണ് അത് ആരംഭിക്കുന്നത്. ഡോക്ടർ KT ജലീൽ, നമ്മുടെ MLA തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അത്യന്തം വൈകാതെ ഇവിടെ എത്തിച്ചേരുന്നതാണ്. കർക്കിടക കഞ്ഞി എന്ന് പറഞ്ഞാൽ ഔഷധ കഞ്ഞി എന്ന പേരിൽ കുഞ്ഞേട്ടൻ എന്ന് പറയുന്ന വെങ്ങിനിക്കരയിലെ ഒരു പൊതുപ്രവർത്തകൻ തുടങ്ങി വെച്ച ഒരു കർത്തവ്യം, അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ട്രസ്റ്റും വെങ്ങിനിക്കര വായനശാലയും ചേർന്നിട്ട് കഴിഞ്ഞ 6 വർഷങ്ങളായിട്ട് തുറന്നു പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, ഔഷധ കഞ്ഞി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ നമുക്ക് പറ്റാത്തതാണോ എന്നൊരു സംശയം ചിലരുടെയെങ്കിലും മനസ്സിലൊക്കെ ഉണ്ടാവാം. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ ഔഷധ കഞ്ഞിയുടെ ഒരു വിതരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടായ്മയാണ്. അവിടെ മതത്തിൻ്റെയോ ജാതിയുടെയോ രാഷ്ട്രീയത്തിൻ്റെയോ വേലിക്കെട്ടുകളോ ഒന്നുമില്ലാത്തൊരു കൂട്ടായ്മയായിട്ടാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ മരണശേഷം 6 വർഷത്തോളം കൊടുത്തു. ഇനിയും ഈ കൂട്ടായ്മ തുടരും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കുഞ്ഞേട്ട മരുന്നൊക്കെ പറിച്ചിട്ടാണ്, പിന്നെ ഉഴുന്ന് വാങ്ങും, മല്ലി വാങ്ങും, പിന്നെ ഈ പട്ട, അതങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങി പൊടിപ്പിക്കും. കഴുകി ഉണക്കി പൊടിച്ച് അതുകൂടെ, പിന്നെ ഈ മുക്കുറ്റി, നെൽപ്പന, ചെറുള, വേറെന്തോന്നും പറയുമല്ലോ, അങ്ങനെ കുറേ സാധനങ്ങൾ പറിച്ചുകൊണ്ടുവന്ന് വേര് കഴുകിയിട്ട് അതും ഉണക്കി പൊടിപ്പിക്കാറുണ്ട്. അങ്ങനെ ഉണങ്ങല്ലേരി ഇട്ടിട്ട് അങ്ങനെ വേലുവൈദ്യര് പറഞ്ഞു കൊടുത്തതാണ് ആദ്യം ഫസ്റ്റിൽ തുടങ്ങുമ്പോൾ തന്നെ. അങ്ങനെയാണ് കഞ്ഞിക്കാറ്.
കുഞ്ഞേട്ടൻ സ്മാരക ട്രസ്റ്റ് ഔഷധക്കഞ്ഞി കർക്കിടക മാസത്തിൽ വിതരണം ചെയ്യുന്ന പ്രോഗ്രാം വർഷങ്ങളായിട്ട് നടന്നു വരുന്നതാണ്. കുഞ്ഞേട്ടൻ ജീവിച്ചിരുന്ന കാലത്തും ഇത്തരമൊരു പരിപാടി നടന്നിരുന്നു. അനുസ്മരണം എന്നുള്ള നിലയിൽ അദ്ദേഹം തുടങ്ങി വെച്ചൊരു പരിപാടി വീണ്ടും അതിനൊരു തുടർച്ച നൽകുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. ഔഷധക്കഞ്ഞി നല്ല ഔഷധ ഗുണമുള്ളതാണ്. ഈ മാസത്തിൽ അത് കഴിച്ചാൽ ഒരുപാട് ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്താൻ സാധിക്കുമെന്നാണ് പഴമക്കാർ പറയുന്നത്. ആയുർവേദം വളരെ ഇമ്പോർട്ടൻസ് ഇത്തരത്തിലുള്ള ചടങ്ങുകൾക്ക് നൽകുന്നുണ്ട്. ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച എല്ലാവർക്കും ആശംസകൾ നേരുന്നു. തുടങ്ങി വെച്ചൊരു പരിപാടിയായിരുന്നു ഇത്. ഇവിടെ നമ്മുടെ ഈ വെങ്ങനിക്കരക്കാർക്ക് കർക്കിടക കഞ്ഞി കൊടുക്കുക എന്നുള്ളത്. അദ്ദേഹം നാട്ടിലൂടെയൊക്കെ നടന്ന് അദ്ദേഹം തന്നെ മരുന്നുകൾ പറിച്ച് അതുണക്കി പൊടിച്ച് അങ്ങനെ നാട്ടുകാർക്ക് ഇവിടെ കഞ്ഞി വെച്ച് കൊടുക്കുകയായിരുന്നു. അപ്പം അന്ന് അദ്ദേഹം ഇത് നമ്മൾക്ക് വന്ന് ചോദിക്കുമായിരുന്നു, ഡോക്ടർ എന്നിട്ട് ഏതൊക്കെ മരുന്നുകളാണ് വേണ്ടത്, ഏതൊക്കെ മരുന്നുകളാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ക്ലിനിക്കിൽ വന്ന് ചോദിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭാവത്തിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് അദ്ദേഹം മരിച്ചിട്ടില്ല, നമ്മളിലൂടെ ഈ ജീവിച്ചിരിക്കുന്നുണ്ട് ഈ ഒരു കർമ്മത്തിലൂടെ എന്നുള്ളത് നമ്മൾ വെങ്ങനിക്കരക്കാർ അങ്ങനെ ഒരു സത്കർമ്മം അദ്ദേഹത്തിൻ്റെ പേരിലൂടെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമസ്കാരം, നമ്മളിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ എടപ്പാളിനടുത്ത് വള്ളത്തോൾ കോളേജിലാണ്. എന്താണ് ഇവിടെ വരാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറെ വർഷങ്ങളായി ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ഇടത്തേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഇവിടെ നാട്ടുകാരുടെ എല്ലാം പ്രിയപ്പെട്ട കുഞ്ഞേട്ടനുണ്ട്. കുഞ്ഞേട്ടൻ എനിക്ക് കുട്ടിക്കാലം മുതൽ അറിയുന്ന ഒരു വ്യക്തിയാണ്. ഒന്ന് എൻ്റെ കൂട്ടുകാരുടെ അച്ഛനാണ്. രണ്ടാമത് ഈ പ്രദേശത്തെ എല്ലാവർക്കും ജനകീയനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം കർക്കിടക മാസത്തില് കർക്കിടക കഞ്ഞി ഉണ്ടാക്കി ഈ തദ്ദേശീയരായ ആളുകൾക്കൊക്കെ വിതരണം ചെയ്തിരുന്നു. കുഞ്ഞേട്ടൻ സഖാവ് കുഞ്ഞേട്ടനായിട്ടാണ് അറിയപ്പെടുക. അപ്പൊ അദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു അദ്ദേഹം മരിക്കുന്നതിന്റെ 3 വർഷം മുന്നേ അദ്ദേഹം ഈ ഒരു കർക്കിടക കഞ്ഞി വിതരണം തുടങ്ങി വെച്ചിട്ടുണ്ട്. അദ്ദേഹം മരിച്ചിട്ട് ഇപ്പൊ 6 വർഷമായി. അതായത് 9 വർഷമായി വെങ്ങിനിക്കര പ്രദേശത്തുള്ള ഇപ്പൊ പുറത്തുള്ള ആളുകളും ഈ കഞ്ഞി വിതരണത്തിന്റെ ഒരു ഭാഗമാകാൻ ഭാഗ്യം ലഭിച്ചവരാണ്. കഞ്ഞി കുടിക്കാൻ വരുന്നുണ്ട്, കഞ്ഞി വിതരണത്തിൽ പലരും പങ്കെടുക്കുന്നുണ്ട്. ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ആളുകളും ഇതിൽ പങ്കെടുത്തുകൊണ്ട് വിജയകരമായിട്ട് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിതിങ്ങനെ ശ്രദ്ധിച്ചപ്പോ ഒരു കാര്യം തുടങ്ങാം, പക്ഷെ അത് തുടരാൻ ആളുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു മഹാഭാഗ്യമാണ്. കുഞ്ഞേട്ടൻ അതുണ്ട്. കാരണം കുഞ്ഞേട്ടൻ തുടങ്ങി വെച്ചു, അത് തുടരുവാൻ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് അദ്ദേഹം മരണശേഷവും ജീവിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അതിന്റെ ഭാഗമാകാൻ ഇന്ന് എനിക്കും കഴിഞ്ഞതിൽ അഭിമാനമുണ്ട്. ഞാൻ അതിന്റെ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു.